സിലബസ് മാറിയിട്ടുണ്ട്, ചിലപ്പോൾ മീഡിയം മാറിയിട്ടുണ്ടായിരിക്കും, മലയാളം മീഡിയം കുട്ടി ഇംഗ്ലീഷ് മീഡിയം ആയിട്ടുണ്ടായിരിക്കാം. അതല്ല എങ്കിൽ കുട്ടിയുടെ ഇപ്പോൾ ഗേൾസ് ഓൺലി സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയായിരിക്കാം, ഇവിടെ മിക്സഡ് ആണ്. ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ഈ കുട്ടിയെ സാരമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. സിലബസിന്റെ കാര്യത്തിൽ SLCക്ക് മികച്ച മാർക്ക് മേടിച്ച കുട്ടിയായിരിക്കാം. അത് ചിലർ പറയാറുണ്ട് അവൻ അവസാനത്തെ ഒരു മാസം പഠിച്ചിട്ട് മാർക്ക് കിട്ടിയത് എന്ന് പറയാറുണ്ട്. ഹയർ സെക്കൻഡറിയിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഹയർ സെക്കൻഡറിയിലെ സിലബസ് ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ കുട്ടി ശ്രദ്ധിച്ച് പഠിച്ച് പാസ്സാവുക എന്നുള്ളത് കഴിയില്ല. പൊതുവെ അതിബുദ്ധിമാന്മാർക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അത് പറ്റും, അത്രമാത്രം കുട്ടി എക്സെപ്ഷണൽ ആണെങ്കിൽ നമ്മുടെ കുട്ടിക്ക് അത് പറ്റും. അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മളെ പോലൊക്കെയുള്ള കുട്ടികൾ എന്ന് പറയട്ടെ അത്ര എളുപ്പമല്ല. അത് നിരന്തരമായ ശ്രദ്ധ, നിതാന്തമായ ജാഗ്രത വേണ്ട ഒരു കേസാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടി പറയുകയാണ് ഞാൻ അമ്മയെ അന്ന് അങ്ങനെയല്ലേ പഠിച്ചത്, അപ്പൊ ചെയ്തോളാം എന്ന് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. അങ്ങനെ പോരാ. എപ്പോഴുമുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വർക്ക് നമ്മുടെ ഹയർ സെക്കൻഡറി സിലബസിൽ ആവശ്യമാണ്. കാരണം 2 കാര്യം കൊണ്ടാണ്. ഹയർ സെക്കൻഡറിയിൽ മാർക്ക് മേടിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ കുട്ടി എഴുതുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഏതാണ്? നീറ്റ് ആണോ, ക്യുവറ്റ് ആണോ, CUET ആണോ, LLBയുടെ എൻട്രൻസ് ആണോ? ഏത് എൻട്രൻസ് ആണ് നമ്മുടെ കുട്ടി എഴുതാൻ പോകുന്നത്? അതിനാ കോമ്പറ്റീറ്റ് ചെയ്യുന്നത് കുട്ടി നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികളോട് മാത്രമല്ല, ഇന്റർനാഷണൽ ലെവൽ ഇന്ത്യയിൽ ഫുൾ ആയിട്ടുള്ള കുട്ടികളാണ്. ഇത്തവണ നീറ്റ് എക്സാം എഴുതി 25 ലക്ഷം കുട്ടികളാണ് അത്രേ. പല ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടല്ലേ, പല ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും 25 ലക്ഷത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന കടുത്ത ഒരു മത്സര പരീക്ഷയിൽ എന്റെ കുട്ടി അടുത്ത വർഷം എഴുതാൻ പോവുകയാണ്. അതുകൊണ്ട് ഹയർ സെക്കൻഡറി മാർക്ക് എന്നുള്ളതല്ല അവനെ സംബന്ധിച്ച പ്രശ്നം. സബ്ജക്റ്റിലുള്ള അവന്റെ അവഗാഹം എന്ത് എന്നുള്ളതാണ് വിഷയം. അത് ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കോമേഴ്സ് ആവട്ടെ, സയൻസ് ആവട്ടെ. ഹയർ സെക്കൻഡറിയിൽ കേവലം A+ കിട്ടിയത് കൊണ്ട് ഞാൻ ഹാപ്പി അല്ല. എന്റെ ലക്ഷ്യം ആ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്. അതിലേക്ക് അവനെ സഹായിക്കാൻ കഴിയുന്നത് എന്ത് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വരുമ്പോ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കുട്ടിയുടെ വർക്ക് മാറ്റേഴ്സ് എന്നുള്ളതാണ്. അവിടെ ആ ഒരു കാര്യം ആദ്യമേ പഠിച്ചു പോകണം. ഹയർ സെക്കൻഡറിയിലെ A+ഓ മാർക്കോ മാത്രം നിങ്ങൾ ലക്ഷ്യമാക്കരുത് എന്നാണ് പറയാനുള്ളത്. രണ്ടാമത്തെ വിഷയം, കുട്ടി നേരിടുന്ന പ്രശ്നം ഇതുവരെയുള്ള ഒരു അന്തരീക്ഷം ആയിരിക്കില്ല ഇവിടെ ഉണ്ടായിരിക്കുക. ഹൈസ്കൂളില് UP ക്ലാസ്സിലൊക്കെ ഈവൻ ഈ നമ്മുടെ മതിലിന്റെ അപ്പുറത്തുള്ള ക്ലാസ്സിൽ ഇരുന്ന കുട്ടിയാണെങ്കിലും ഇവിടെ വരുമ്പോൾ ചില മാറ്റങ്ങൾ വരാം. 9 മണി മുതലാണ് സാറ് പറഞ്ഞു, 9 മണി മുതൽ 4:45 വരെയുള്ള സെഷൻ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോ സബ്ജക്റ്റ് ആയിട്ട് ഓരോരോ ക്ലാസ്സിലായിട്ട് അടുത്ത ഫിസിക്സ്, കെമിസ്ട്രി, എക്കണോമിക്സ് അങ്ങനെ മാറി വരികയാണ്. കുട്ടിക്ക് ഒരു പക്ഷേ ബോറടിച്ചു എന്ന് വരാം. സ്ഥിരമായിട്ടുള്ള ക്ലാസ്സാണ്, PT പീരീഡ് ഒന്നും ഇല്ല. അവിടുത്തെ പോലെ PT പീരീഡ് കിട്ടിക്കോളണം എന്നില്ല. പിന്നെ അവിടെ കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധാകേന്ദ്രമായിട്ടിരിക്കണം. കുറച്ച് കുട്ടികളുള്ള ക്ലാസ്സിൽ ആ കുട്ടി ഇത് നമ്മുടെ വിവേകല്ലേ, അവൻ മിടുക്കനാണല്ലോ, അല്ലെങ്കിൽ അവൾ മിടുക്കിയല്ലേ എന്ന തോന്നൽ അവിടെ ഉണ്ടായിരിക്കാം. ഇവിടെ ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്കിടയിൽ അവന് തിളങ്ങാൻ പറ്റാതെ പോകുമായിരിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു ഏജില് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലേ, എന്നെ മനസ്സിലാക്കുന്നില്ലേ, അവിടെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, അവിടെ ടീച്ചേഴ്സിന്റെ ഒക്കെ പെറ്റായിട്ടല്ലേ ഞാൻ ജീവിച്ചത്, ഇവിടെ എന്താ ഇങ്ങനെ എന്ന ഒരു തോന്നലുണ്ടാകാം. കുട്ടികൾക്ക് എപ്പോഴും വേണ്ടത് അംഗീകാരമാണല്ലേ. നമ്മുടെ വീട്ടിൽ 2 കുട്ടികളുണ്ടെങ്കിൽ അവിടെ തന്നെ പരാതി ഉണ്ടാവാറില്ലേ, എനിക്കല്ല എപ്പോഴും പരിഗണന കിട്ടുന്നത്, ചെറിയ ആൾക്കാണ് അല്ലെങ്കിൽ മൂത്ത ആൾക്കാണെന്ന് പറയാറില്ലേ. ഈ ഒരു പരിഗണന, ഈ ഒരു പ്രശ്നം കുട്ടികൾ എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് മാറി വരുന്ന ആദ്യത്തെ 2-3 മാസങ്ങളിൽ കുട്ടികൾ സ്വയം മാർക്ക് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അധ്യാപകർ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു തരം അലിനേഷൻ, ഒരു പാർശ്വവൽക്കരണം എന്ന് പറയില്ലേ, ഞാൻ എന്താണ് എനിക്ക് വേണ്ടത്ര ശരിയാവുന്നില്ല എന്ന ഒരു തോന്നൽ കുട്ടി സംഭവിക്കാം. അത് നമ്മുടെ കുട്ടി ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയമാണ്. പിന്നെ മറ്റൊരു പ്രശ്നം, കൂട്ടുകെട്ട് ഒരു പക്ഷെ അവസാനിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മുടെ കുട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഇതിനോടൊപ്പം ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ സ്കൂളിൽ വന്നിട്ടുണ്ടായിരിക്കില്ല, മറ്റൊരു സ്കൂളിലായിരിക്കാം. അവൻ ഒരു പക്ഷേ നല്ല മെനക്കെട്ടുണ്ടായിരിക്കും അവന്റെ കൂടെ പോവാൻ അല്ലെങ്കിൽ അവളുടെ കൂടെ പോവാൻ, ആ സ്കൂൾ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നടന്നിട്ടില്ല. കുട്ടി ഇവിടെ പെട്ടു, കൂട്ടുകാരി അവിടെ പെട്ടു.
ഇതുണ്ടാക്കുന്ന പ്രശ്നമുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ എന്താ നിനക്ക് ഇത്രയൊക്കെ വിഷമം, വേറെ കൂട്ടുകാരുണ്ടാവില്ലേ ചോദിക്കും നമ്മള്. കാര്യം ശരിയാണ്, എങ്കിൽ പോലും ഒരു കുട്ടിയിൽ അത് ഉണ്ടാക്കുന്ന ചില, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അങ്ങനെയാണല്ലോ, ഇപ്പോഴും ഒരു ടീമായിട്ട് ഗ്രൂപ്പായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനെ ഒന്ന് മാറ്റി പതുക്കെ നമ്മൾ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടണം. ഇനി ഇതാ മറ്റൊരു പ്രശ്നം വരാൻ പോകുന്നു. സയൻസ് ABC 3 ഡിവിഷൻ ഉണ്ട്. കുട്ടികൾ അറിഞ്ഞിട്ടില്ല ഏത് ഡിവിഷനിലാണെന്നുള്ളത്. നമ്മൾ തരംതിരിക്കുന്നത് അത് നോക്കിയിട്ടല്ല, നമ്മൾ തരംതിരിക്കുന്നത് ഒരുപാട് മാനദണ്ഡം നോക്കിയിട്ടാണ്. ഇനി അടുത്ത ദിവസം ഫോൺ വിളിയിൽ പ്രതീക്ഷിക്കാം, സാർ എന്റെ കുട്ടി ബിയിലാണ്, സീലാക്കാൻ പറ്റുമോ? എന്തേ? ഒന്നുമല്ല, അവന്റെ കൂട്ടുകാരപ്പുറത്താണ്. ഇത്രയും വിഷയമുള്ളൂ. അല്ലാതെ ആ ക്ലാസ് മോശമാണ്, ബിൽഡിംഗ് മോശമാണ്, ബെഞ്ച് ഡെസ്ക് അങ്ങനല്ല. കൂട്ടുകാരൻ അപ്പുറത്താണ്, അവൻ നല്ല വിഷമമുണ്ടേ. അത് പലരും നാളെ ഞാൻ ഇന്ന് രാത്രി തന്നെ വിളി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊന്നും നമ്മൾ കാര്യമായിട്ട് കാത് കൊടുക്കണ്ട. എന്നെ വിളിക്കണ്ട, എന്നെ വിളിക്കാൻ പിന്നെ വിളിക്കാൻ, അത് വേണ്ട. നമ്മൾ അങ്ങനെ നോക്കണ്ട. കുട്ടി അവിടെ നിൽക്കട്ടെ. ഇത് കഴിഞ്ഞാൽ കുട്ടി വേറെ സ്ഥലത്ത് പോകേണ്ടതല്ലേ അല്ലേ? ഇത് കഴിഞ്ഞാൽ കുട്ടി വേറെ ചിലപ്പോൾ ഗുജറാത്തിലായിരിക്കാം, തമിഴ്നാട്ടിലായിരിക്കും, രാജസ്ഥാനിലായിരിക്കാം പോകേണ്ടതല്ലേ. അവിടെ അവന് വേറെ ഫ്രണ്ട്സ് കിട്ടട്ടെ, ഫ്രണ്ട്സ് വലുതാവട്ടെ, ഫ്രണ്ട്സിന്റെ ലിസ്റ്റ് വലുതാവട്ടെ നമ്മുടെ കുട്ടികളുടെ. അല്ലാതെ 5 പേര് മാത്രം, 2 പേരും അത് വേണ്ട. കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് സൗഹൃദങ്ങൾ വലുതാകട്ടെ. അപ്പൊ അത് നമ്മള് നയത്തിലൊന്ന് പറഞ്ഞു വെച്ചാൽ മതി. ഒറ്റയടിക്ക് നിഷേധിക്കുന്നു വേണ്ട. ശരി, നോക്കാം, നാളെ നോക്കാം, പറഞ്ഞു നോക്കട്ടെ, എന്താ ഉണ്ടാവാന്ന് അറിയില്ല, സാറ് പറഞ്ഞിട്ടുണ്ട് മീറ്റിംഗിൽ, സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ രീതിയിൽ നിങ്ങൾ പറയും. അങ്ങനെ അടുത്ത ആഴ്ച നോക്കാം എന്നൊക്കെ പറയും. ചിലപ്പോൾ ഈ 2-3 ദിവസം കൊണ്ട് ഇനി വേണ്ട നാം ഉടനെ പറയും. അങ്ങനെയാണല്ലോ ഈ പ്രശ്നങ്ങളുടെ സ്ഥിതി. അങ്ങനെയാണ് പ്രശ്നങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തലയിടാതിരുന്നാൽ മതി, തന്നെ ശരിയായിക്കോളും. എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിനിമാ നടന്റെ പേരുണ്ട്. അവരൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ ഹീറോസ്. ഇയാള് സ്ഥിരമായി ലഹരിക്ക് ഉപയോഗിച്ച് ഇന്റർവ്യൂസിലൊക്കെ എന്തും വിളിച്ചു പറയുന്ന, സംസ്കാരം തീരെ ഇല്ല എന്ന് നമ്മളൊക്കെ കരുതുന്ന ഒരുത്തനാണ്. ഇതാണ് നമ്മുടെ കുട്ടിയുടെ ഹീറോസ്. ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളൊന്നും കണ്ടാൽ, ആവേശം പോലുള്ള സിനിമകൾ കണ്ടാൽ നിങ്ങൾക്ക് അതിന്റെ ബോധ്യം പെടും. കുട്ടികൾ നിങ്ങൾ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ കാണാൻ കഴിയാത്ത പലതും കാണാറില്ലേ? പ്രത്യേകിച്ച് OTT വരുമ്പോ ഒരു നിയന്ത്രണവുമില്ലാതെ ലഹരി വ്യാപകമായിട്ട് അതിനെ മഹത്വവൽക്കരിക്കുന്ന, മദ്യത്തെ മഹത്വവൽക്കരിക്കുന്ന, ഗുണ്ടായിസത്തെ മഹത്വവൽക്കരിക്കുന്ന സിനിമകളല്ലേ നമ്മുടെ കുട്ടികൾ കാണുന്നത്? ഇത് അവരെ സ്വാധീനിക്കില്ലേ? എന്നിട്ട് ആ ബാനർ അഴിച്ചു മാറ്റാൻ പറഞ്ഞപ്പോൾ ആദ്യം വിഷമം അവർക്ക്. ഇടപെട്ടു, അഴിച്ചു മാറ്റി. അതുകൊണ്ട് നിങ്ങൾ കണ്ടില്ല, അത്രേ ഉള്ളൂ. അടുത്ത ദിവസം വേറെ ബാനർ വരുമോ എന്ന് വരില്ല എന്നും ഉറപ്പില്ല. ഇവിടെ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികൾ നിയന്ത്രിക്കാനുള്ള കരുത്ത് നമുക്കുണ്ട് എന്നൊരു ആത്മവിശ്വാസം ഉള്ളിടത്തോളം കാലം ഇതൊന്നും ഉണ്ടാവില്ല. പ്രശ്നമില്ല. ഇപ്പൊക്കെ ഉണ്ട്, ഒരാളും നമ്മൾ പറഞ്ഞതിന്റെ അപ്പുറം ഉണ്ടാവില്ല എന്നുള്ള ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത് അഴിച്ചു മാറ്റി. അതല്ലെങ്കിൽ അത് മതി ഒരു സംഘർഷത്തിന്, അല്ലേ? അത് മതി ഒരു കൂട്ടത്തല്ലിന്. ഇപ്പൊ അങ്ങനെയാണല്ലോ, തല്ലുമാലകളല്ലേ. കല്യാണമാണെങ്കിലും എന്താണെങ്കിലും തല്ലുമാലകൾ എപ്പോ വേണമെങ്കിൽ തല്ലുണ്ടാവാം. കഴിഞ്ഞ വർഷമൊക്കെ വൈകുന്നേരങ്ങൾ അധ്യാപകർ റൗണ്ട് ചുറ്റിയിരുന്നു റോഡിലൊക്കെ. എപ്പോഴും +1 +2 തമ്മിൽ പ്രശ്നം, ഗാങ്ങുകൾ തമ്മിൽ പ്രശ്നം. ഒരു പ്രശസ്തമായ ഡയലോഗ് ഉണ്ടല്ലേ, ടൂൾസുമായിട്ട് വരാൻ പറഞ്ഞില്ലാലോ, ടൂൾസുമായിട്ട് വാട്ടോ എന്ന് പറഞ്ഞു. ഒരുത്തൻ ക്യാൻറ്റീന്ന് ഒരു പയ്യൻ +1 കാരൻ എന്തോ അടി കിട്ടിയിട്ട് അവന്റെ വീട്ടിലേക്ക് അവന്റെ രക്ഷിതാക്കളല്ല കേട്ടോ, ഏട്ടന്മാർക്ക് ഫോൺ ചെയ്യണത്രേ, ടൂൾസ് ആയിട്ട് വാ, ഇവിടെ പ്രശ്നമുണ്ടെന്ന്. എന്ത് ടൂൾസ്? ബാനറോ ഒന്നുമല്ലേ, അടിക്കാനുള്ള ടൂൾസുമായിട്ട് വരാനാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു ഫോൺ കോളിൽ അവരെത്തും. ഒരു പ്രശ്നമില്ല. ആരാണെന്നോ, സ്ഥാപനം ഏത് എന്നോ, വിദ്യാഭ്യാസ സ്ഥാപനമാണെന്നോ, അധ്യാപകരാണോ അനധ്യാപകരാണോ, അച്ഛനാണോ അമ്മയാണോ എന്നൊന്നും തിരിച്ചറിയില്ല. നമുക്ക് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവൻ അഡിക്റ്റഡ് ആയിട്ടാണോ, ലഹരി ഉപയോഗിച്ചാണ് നിൽക്കുന്നത്. ലഹരി ഉപയോഗിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയോട് ഞാൻ സ്റ്റാഫ് മീറ്റിംഗ് പറയാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. പഴയ പോലെ ഏത് രീതിയിലും പെട്ടെന്ന് പറ്റില്ല. കുട്ടി പ്രകോപിതനാകും. ഇവൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണോ, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയാൻ വഴിയൊന്നുമില്ല കേട്ടോ. പണ്ടാണെച്ചാൽ മണം ഉണ്ടാവുന്നല്ലേ പറയല്ലേ, മദ്യപിച്ചിട്ടാണെങ്കിൽ ഇപ്പം അതൊന്നും വേണ്ടല്ലോ. കുട്ടി ലഹരി ഉപയോഗിച്ചിട്ടുള്ള കുട്ടിയാണോ, ക്ലാസ്സിൽ പെട്ടെന്ന് പ്രകോപിതനാകും. അടിച്ചു എന്ന് വരാം, അധ്യാപകനെ അടിച്ചു എന്ന് വരാം. അധ്യാപകനെ മാത്രമല്ല, നിങ്ങൾക്കുണ്ടാവും അടി കിട്ടും.
അടി നിങ്ങൾക്കും കിട്ടും. അപ്പൊ അത് ഞാൻ പറഞ്ഞു വന്നത് ഗാങ് ഫോർമേഷന്റെ ഒരു കാലം കൂടിയാണ് ഈ 2 വർഷം പ്രത്യേകിച്ച്. നിങ്ങളുടെ കുട്ടി എപ്പോഴാണ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഏതെല്ലാം വഴികളിലൂടെ പോകുന്നു. ഇവിടെ നേരത്തെ ഉമേർ സാർ പറഞ്ഞു, ഏതൊരു വിദ്യാലയത്തിനെ ചുറ്റിപ്പറ്റിയും കുട്ടികളെ റാഞ്ചാനുള്ള സംഘം കാത്തു നിൽക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ റാഞ്ചി കൊണ്ടുപോകാൻ, നമ്മുടെ കുട്ടികളെ റാഞ്ചി കൊണ്ടുപോകാൻ പോകുന്ന സംഘം നിൽക്കുന്നുണ്ട്, ഓർമ്മിക്കുക. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ റോന്ത് ചുറ്റുമ്പോൾ, വൈകുന്നേരം ചുറ്റുമ്പോൾ കടക്കാർ പറയും, സാറേ അപ്പുറത്ത് നിൽക്കണ ആ പയ്യല്ലേ. അപ്പൊ നോക്കുമ്പോൾ ഒരുത്തുണ്ടാവും, മുടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരുത്തുണ്ടാവും. അവൻ സ്ഥിരമായിട്ട് വരുന്നുണ്ട്, കുട്ടികൾക്ക് എന്തോ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇടപെട്ടൂടെ? അയ്യോ പറ്റില്ല, ഇടപെടാൻ പറ്റില്ല, ഇടപെട്ടാൽ പ്രശ്നമാണ്. ഞാനിത് പറഞ്ഞത് നമ്മൾ എത്രത്തോളം ജാഗ്രതയോടെ ഇരിക്കണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾക്കും അതിൽ ഇടപെടാൻ കഴിയില്ല. ഒറ്റ കാര്യം മാത്രമേ പറ്റൂ, അധികാരികളെ അറിയിക്കാനേ പറ്റൂ. നമ്മുടെ കുട്ടികളുണ്ടെങ്കിൽ ആ രക്ഷിതാക്കളെ അറിയിക്കാനേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് പേടിച്ച് റൂമിലിരിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. പേടിച്ച് റൂമിലിരിക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ ഞാൻ ഇതൊക്കെ പറയുന്നത് നമ്മുടെ റോൾ എത്രമാത്രം വലുതാണ് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ എന്ന് അറിയിക്കാനാണ്. പണ്ട് വെറുതെ തുറന്നു വിട്ടാൽ മതി, തിരിച്ച് കൂടണഞ്ഞോളും. അങ്ങനെ പറ്റിക്കൊള്ളുന്നില്ല. കൂടണഞ്ഞാലും പോയ ആളാണോ തിരിച്ചു വരുന്നത് എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ജാഗ്രത ഉണ്ടാവണം. അല്ലാതെ പ്രത്യേകിച്ച് അച്ഛന്മാര് പറയുന്നൊരു വാചകമുണ്ട്, അതൊക്കെ അവളുടെ പണിയാണ്. ആരെ? അമ്മടെ. ഞാൻ വേണ്ട പൈസ കൊടുക്കണില്ലേ, പിന്നെന്താ? അവൾക്ക് നോക്കിക്കൂടെ? അവള് ശരിയില്ലാത്തതുകൊണ്ടാണ് കുട്ടി കേടുവന്നത്. അപ്പൊ ഇയാൾക്ക് എന്താ പണി? ഇയാൾ അച്ഛനല്ലേ? കുട്ടിയുടെ ഉത്തരവാദിത്വം അമ്മയ്ക്ക് മാത്രമാണോ? അച്ഛന് മാത്രമാണോ കുട്ടിയുടെ ഉത്തരവാദിത്വം? കേട് വന്നിട്ടുണ്ടെങ്കിൽ ഒരാളും തന്റെ പാർട്ട്ണറെ കുറ്റം പറയണ്ട. പാർട്ട്ണറുടെ ഇടപെടൽ ശരിയല്ല എങ്കിൽ അവിടെ പരിഹരിക്കണം. നോക്ക്, ഇങ്ങനെയല്ല ശ്രദ്ധിക്കണം, ഇങ്ങനെയല്ല വേണ്ട കേട്ടോ, പരിഹരിക്കണം, ഈ പ്രശ്നം ശരിയല്ല, നമുക്കിത് ഇങ്ങനെ പരിഹരിക്കണം എന്ന് പറയണം. അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ കുട്ടിക്ക് അതൊരു വളമായി മാറും. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വീടിനകത്തുണ്ടാവുന്ന ഈ പ്രശ്നമുണ്ടല്ലോ, അത് അയാളാണ് കാരണം, ഇയാളാണ് കാരണം എന്നെല്ലാം പറഞ്ഞ് വന്നാൽ കുട്ടി അത് മുതലെടുക്കും എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കടമനിട്ട കോഴി എന്ന കവിതയിൽ മുകളിൽ പരുന്തുകൾ ഇങ്ങനെ റാഞ്ചുണ്ട്, നീളമറ്റ ചിറകുമാണ് നമുക്കുള്ളത്, നേരിടാൻ നിവൃത്തിയില്ല. അതിന്റെ അവസാനമാണ് പറയുന്നത്, കണ്ണു വേണം ഇരുപുറം എപ്പോഴും എന്നുള്ളത്. കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും, ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. ഒരു അമ്മയുടെ വ്യാകുലതയാണത്, വേദനയാണത്. മക്കളെ ശ്രദ്ധിക്കണേ. 2 കണ്ണ് പോരാ, 4 കണ്ണ് പോരാ, ഒരുപാട് കണ്ണുകൾ വേണം എന്നാണ് കവി പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. എൻ്റെ സംസാരത്തിൽ നിന്ന് മുഴുവൻ ഏറെക്കുറെ അക്കാഡമിക് കാര്യങ്ങളല്ല വരുന്നത് എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. അക്കാഡമിക് കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അത് നിങ്ങളുടെ കുട്ടികൾക്ക് A+ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ A+ പോയിട്ടായിരിക്കാം. അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ധാരാളം വഴികളുണ്ട്. സ്കൂളിന്റെ അധ്യാപകരുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്കൂളിന്റെ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ ഒരു പക്ഷേ എൻ്റെ ടോക്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. A+ തന്നെയാണ് ലക്ഷ്യം. ലക്ഷ്യം A+ തന്നെയാണ്. പക്ഷേ ആ A+ എന്നുള്ളത് പഠനത്തിൽ മാത്രമല്ല, ജീവിതത്തിലും A+. അപ്പോഴേ നമ്മൾ നമ്മുടെ കുട്ടികളെ നല്ലൊരു മനുഷ്യനാക്കാൻ പറ്റും. A+ കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ കുട്ടിക്ക് നല്ലപോലെ വിവരമുണ്ടായാൽ മാത്രം പോരാ. ഈ കുട്ടി ഡോക്ടറാവാം, എഞ്ചിനീയറാവാം, വക്കീലാവാം, കൂലിപ്പണിക്കാരനാവാം, ചുമട്ടുതൊഴിലാളിയാവാം, ആരോ ആവട്ടെ. ആരായാലും അവനിൽ ഉണ്ടാകേണ്ട അസാമാന്യമായ മാനവിക ബോധം, അവരനോടുള്ള കരുതൽ, സ്നേഹം, ഇതൊക്കെ അവനെ ജീവിതത്തിൽ A+ ആക്കുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ പഠിച്ച് എവിടെയും എത്താത്ത കുട്ടികളായിരിക്കും നമുക്ക് തുണയായി മാറുന്നതും നമ്മോടൊപ്പം നിൽക്കുന്നതും സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്നതുമായ കുട്ടികൾ. അതുകൊണ്ട് A+കാര്, അക്കാഡമിക്കലി A+കാര് എല്ലാവരും മികച്ചവരും, അല്ലാത്തവർക്ക് മോശക്കാരാണെന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് ഇല്ല.
നമുക്ക് നല്ല കുട്ടികളെ ഇവിടുന്ന് പുറത്തേക്ക് വിടുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 59 A+ ഉണ്ട് പറഞ്ഞു സാർ, 59 A+ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വിഷയം കൊണ്ട് A+ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്, നിർഭാഗ്യവശാൽ തോറ്റ കുട്ടികളുണ്ട്, അഹമ്മതി കൊണ്ട് തോറ്റ കുട്ടികളുണ്ട്. പഠിച്ചു വാ കുട്ടി വാ വാ എത്രയും വരില്ല, അങ്ങനെ തോറ്റ കുട്ടികളുണ്ട്. ആബ്സെന്റീസ് കൂടുതൽ പറയട്ടെ, നിസ്സാര കാരണങ്ങൾ കൊണ്ട് സ്കൂളിൽ നിന്ന് ആബ്സെന്റ് ആവുന്ന കുട്ടികളില്ലേ? കുട്ടികളുണ്ട്. ഒരു കാര്യം പറയട്ടെ, ക്ലാസ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ വോയിസ് മെസ്സേജ് അയക്കുന്ന കുട്ടി ആബ്സെന്റ് ആണെങ്കിൽ, എന്റെ കുട്ടി അഖിൽ ഇന്ന് ആബ്സെന്റ് ആണ്, കുട്ടിക്ക് പനിയാണ്, രക്ഷിതാവ് പറഞ്ഞാൽ മതി. എഴുതേണ്ട ആശട്ടാണ്, എഴുതിയാൽ കുട്ടിക്ക് എഴുതാൻ പറ്റും, അതിന് വേറെ വല്ലവരും എഴുതും, അത് വേണ്ട, രക്ഷിതാവ് പറയട്ടെ. കുറെ തവണ പറയുമ്പോൾ രക്ഷിതാവിന് നാണം തോന്നില്ലേ, അയ്യോ ഞാൻ എത്ര തവണ ഈ പറയുന്നു, മോശമല്ലടാ ആലോചിക്കില്ലേ. അപ്പൊ അതുകൊണ്ട് കൂടിയാണത്. അപ്പൊ അത് വേണം. നിസ്സാര കാരണങ്ങൾ, പക്ഷെ പനിയോ മറ്റോ ആണെങ്കിൽ പറഞ്ഞു വിടണ്ട, അടുത്ത കുട്ടിക്ക് പനി വരും. അല്ലാതെ എനിക്കിത് വയറുവേദനയാണ്, സംശയമുണ്ട്, അങ്ങനെയാണെന്ന് തോന്നുന്നു, പനി വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി ലീവ് എടുക്കുകയാണെങ്കിൽ അക്കാഡമിക്കലി അവൻ പുറകോട്ട് പോകും എന്നുള്ള ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പണ്ടത്തെ രക്ഷിതാക്കൾ നമ്മളോട് ചെയ്ത ഒരു മര്യാദയ്ക്ക് പോയിക്കോ പറയില്ലേ, ആ രീതി തന്നെ അത്തരം ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓരോ ഘട്ടത്തിലും ഓരോരോ മരുന്നുകളാണ് ഉപയോഗിക്കേണ്ടത്. പിന്നുള്ള വേറെ വിഷയം, കുട്ടികളോട്, സെക്കൻഡ് ഇയർ കുട്ടികളോട് അന്നത്തെ അസംബ്ലിയിൽ ഞങ്ങൾ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താ സെക്കൻഡ് ഇയറോട് പറഞ്ഞിട്ടാവാനുള്ള സാധ്യത ഫസ്റ്റ് ഇയർ വരുമ്പോൾ അല്ലേ? ഊഹിക്കാൻ പറ്റുന്നില്ലേ? അനാവശ്യമായി അപമര്യാദയായി ഏതെങ്കിലും കുട്ടിയോട് പെരുമാറുന്നു എന്ന റിപ്പോർട്ട് കിട്ടിയാൽ കർശനമായി അതിശക്തമായി ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വാക്കുകൾ വിശ്വസിക്കാം. എന്ന് വെച്ച് നമ്മുടെ കുട്ടികളോട് പക്വതയില്ലാതെ പെരുമാറരുത് എന്ന് പറയണം. ഒരാൾ വന്ന് പേര് ചോദിക്കുമ്പോഴേക്കും എന്തടാ ഏതടാ എന്നുള്ള ചോദിക്കേണ്ട, അതൊക്കെ മര്യാദ ഭാഗമല്ലേ? പക്ഷേ നമ്മുടെ പേഴ്സണാലിറ്റിയെ, നമ്മുടെ വ്യക്തിത്വത്തെ ഹെർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണം. ധൈര്യമായിട്ട് സ്കൂളിലേക്ക് വരാം. നമുക്ക് ഡീൽ ചെയ്യാവുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമുക്ക് ഡീൽ ചെയ്യാവുന്ന വിഷയങ്ങൾ ഇവിടെ ഉള്ളൂ. ആ ഒരു ധൈര്യമുണ്ട്. അതെപ്പോഴാണ് മാറുക എന്നുള്ളത് അറിയില്ല എങ്കിൽ പോലും നമുക്ക് ആ ഒരു ഉറപ്പ്, നമ്മുടെ PTA പറ്റുന്ന PTA ആണ്, നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ നമുക്ക് സപ്പോർട്ട് തരുന്നവരാണ്, മാനേജ്മെന്റിന് സപ്പോർട്ടാണ്. അതൊന്നും പ്രശ്നമില്ല. അത്തരം വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ നേരത്തെ കൂട്ടി പറയണം. നിങ്ങൾ വൈകാരികമായി പ്രതികരിക്കുന്നു വേണ്ട. നിങ്ങൾ നേരിട്ട് കുട്ടിയുടെ അമ്മയെ വിളിച്ചു, മറ്റേ കുട്ടിയുടെ അമ്മയെ വിളിച്ചു, മറ്റേ അതൊന്നും വേണ്ട. ടൂൾസ് കൊണ്ടുവരാൻ പറയുന്നു വേണ്ട. അതൊക്കെ നമുക്ക് വേറെ ടൂൾ കൊണ്ട് നമുക്കത് ശരിയാക്കാൻ പറ്റും. അല്ലാതെ എക്സ്ട്രീം സ്റ്റെപ്പുകളിലേക്ക് ഒന്നും നമ്മൾ അതിനു വേണ്ടി പോകേണ്ട കാര്യമില്ല. ഇത്രയാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. ബാക്കി പിന്നീട് എന്തെങ്കിലും കഴിഞ്ഞിട്ട് വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വീണ്ടും ഇടപെടാം. അതല്ല പറയാൻ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഇടപെടാം. എന്തായാലും എല്ലാവർക്കും നമ്മുടെ കുട്ടികൾക്ക് 2 വർഷം മികച്ചതാവണേ എന്നല്ലേ ആഗ്രഹം, അല്ലേ? അതാണ് ആഗ്രഹം. നല്ല രീതിയിൽ പുറത്തു വരണേ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിനുള്ള ആ നൂലുണ്ടല്ലോ, അങ്ങനെയല്ലേ പറയാ, വട്ടം അല്ലേ? പട്ടങ്ങനെ ഉയർന്നു പോയാലും നൂലിന്റെ പിടി വിടാതിരിക്കുക. പട്ടങ്ങനെ പൊങ്ങിപ്പോയിക്കോട്ടെ, അതങ്ങനെ പോട്ടേന്നേ. ചിലപ്പോൾ തടയും, ചിലപ്പോൾ തടഞ്ഞത് വീണ്ടും അതൊന്ന് മാറിപ്പോവും, അങ്ങനെ പോവും. പക്ഷേ താഴെയുള്ള പിടുത്തം തൽക്കാലം നിങ്ങൾ വിടണ്ട, അതവിടെ നിൽക്കട്ടെ. അത് അങ്ങനെ അതും കൂടി വിട്ടാൽ നിയന്ത്രണമില്ലാതെ പോകേണ്ടി വരും, പോയിന്ന് വരും. അപ്പൊ വീട്ടിലെ സാഹചര്യങ്ങൾ ശരിയല്ലെങ്കിൽ ശരിയാക്കണം. അച്ഛനും അമ്മയും തമ്മിലുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ഒരു ജനാധിപത്യ രീതി വീട്ടിലുണ്ടാകണം. കുട്ടിയെ സ്ഥിരമായി കേൾക്കണം. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് തിരിച്ചറിയണം. ആവശ്യമാണെങ്കിൽ സ്കൂളിലേക്ക് വരണം. ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കാം, ആവശ്യമുള്ളത് മാത്രം, ധൂർത്തിനുള്ളത് വേണ്ട. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പോഴേ പറയട്ടെ. പലപ്പോഴും നമുക്കിപ്പോ നിങ്ങളുടെ PTA ഫണ്ട് നമ്മൾ മേടിച്ചത് എത്രയായിരുന്നു? PTA ഫണ്ട് മേടിച്ചത് 500 രൂപയാണ്. PTA ഫണ്ട് മേടിച്ചത്. ഈ PTA ഫണ്ട് തീരുമാനിച്ചിട്ടേ ഒരു 8-10 വർഷമായിട്ടുണ്ടാവുന്ന 10 വർഷത്തെ വേണ്ടോ? അന്ന് ഞങ്ങള് ആ കാലത്ത് ഞങ്ങൾ മേടിച്ചിരുന്ന എമൗണ്ട് കുട്ടിയെ ചേർക്കുമ്പോൾ അന്ന് ചേർത്തിരുന്ന ഒരു രക്ഷിതാക്കളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. 2500 രൂപയായിരുന്നു അന്ന് മേടിച്ചിരുന്നത്. 2500 മേടിച്ചിരുന്ന കാലത്ത് ഈ ക്യാമ്പസ്
സമ്പന്നമായിരുന്നു. ധാരാളം പരിപാടികൾ കൊണ്ട് സമ്പന്നമായിരുന്നു. ഒരുപാട് ഗസ്റ്റുകൾ, വിവിധ പരിപാടികൾ. ഇന്ന് നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ്. PTA ഫണ്ട് 500 മേടിക്കാൻ പറ്റൂ. ഓക്കെ, നല്ലതാണ്. അഴിമതി കാണിക്കുന്നുണ്ടോ എന്നാണ് സംശയം. നമ്മൾ പേടിച്ച് പോക്കറ്റ് ഇടുന്നുണ്ടോ എന്നാണ് സംശയം. അതുകൊണ്ടാണ് നിങ്ങളുടെ അലോട്ട്മെന്റിൽ തന്നെ അല്ലേ, അലോട്ട്മെന്റ് 500 കൊടുക്കാവൂ, അതിനടുത്ത് കൊടുത്താൽ റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ആയിക്കോട്ടെ, ശരി. പക്ഷേ ഈ ഒരു പരിമിതി നമ്മുടെ പ്രവർത്തനങ്ങൾക്കുണ്ടാകും.